2023 ഇറങ്ങിയ സിനിമയാണ്. 2024 ഇപ്പോഴാണ് അത് OTT വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതേതോ ഹിറ്റ് സിനിമയാണ്, അതോ വമ്പ സിനിമയെ പറ്റിയിട്ടാണ് പറയാൻ വരുന്നത്. അതൊന്നുമല്ല. സിനിമ എടുക്കാൻ ആളില്ല, OTT എടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് സിനിമ ഇത്രയും കാലം OTT വരാനുള്ളത്. അങ്ങനെ ഫൈനലി ആമസോൺ പ്രൈം ഇത് എടുത്തു. വേണ്ടായിരുന്നു, ആമസോൺ പ്രൈം എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കാണണ്ടായിരുന്നല്ലോ എന്നുള്ള ഫീലാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ചീന ട്രോഫി, ചീനയല്ല ചീഞ്ഞ ട്രോഫി, അതാണ് അതിന് കറക്റ്റായിട്ട് പറ്റുന്ന പേര്. അനിൽ ലാലാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ധ്യാനെ ഞാൻ കുറ്റം പറയത്തില്ല, ധ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സിനിമ ബിസിനസ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ എന്നാൽ ഈ കഥ കേട്ടിട്ട് ഈ സിനിമ ഈ കാലത്ത് ഓടും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ സിനിമ എടുത്തല്ല. പുള്ളിക്ക് മറ്റേ വല്ല നോബൽ പ്രൈസും കൊടുക്കേണ്ടി വരും. കാരണം ഒരു 10 വർഷം മുന്നേ ഒക്കെ ആയിരുന്നേ പിന്നെ ആരല്ലോ പോയി കണ്ടാനെ. ഒരു കഥയില്ലാത്തൊരു കഥയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു കേരളത്തിൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, പുള്ളി ബേക്കറിയൊക്കെ വിറ്റ് ജീവിക്കുന്നു. അപ്പം ഒരു സമയമാകുമ്പം ഈ ഒരു ബേക്കറി കഴിച്ചിട്ട് ഒരാൾക്ക് ഫുഡ് പോയ്സൺ ആവുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു പുള്ളിയുടെ ബേക്കറി സാധനങ്ങളെല്ലാം അടച്ചു പൂട്ടുന്നു. അത് പുള്ളിയുടെ ഇതിൽ നിന്ന് വന്നതല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു കഥ കൊണ്ടുപോകുന്നു. അവിടെ ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടറുമായിട്ടൊരു കണക്ഷൻ ഈ ഒരു മെയിൻ ക്യാരക്ടർ രാജേഷിന് തെരേസ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മൊത്തത്തിൽ ഫിനാൻഷ്യലി ഭയങ്കര ബ്രോക്കായിട്ട് നിൽക്കുന്ന രാജേഷ്. അപ്പം രാജേഷിൻ്റെ മാമൻ അങ്ങ് ചൈനയിൽ നിന്നാണ് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പൈസയൊക്കെ രാജേഷിന് അയച്ചു കൊടുക്കുന്നു. ഒരു ദിവസം രാജേഷിൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ചൈനക്കാരി വന്നിരിക്കുന്നു. ആ ഒരു ചൈനക്കാരി വന്ന് പറയുന്നു മാമൻ തട്ടിപ്പോയതിന് മാമൻ്റെ ചിതാഭസ്മം കൊണ്ട് വന്നതാണെന്ന് പറയുന്നു. അങ്ങനെ മാമൻ അയച്ചു കൊടുത്ത പൈസ മൊത്തം ഇവളുടെ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയുന്നു. ഈ പൈസ തിരിച്ചു വേണമെന്നും പറയുന്നു. രാജേഷ് ആണെങ്കിൽ മറ്റേ കടത്തിൽ നിൽക്കുന്ന ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരൻ. ഇതേ തുടർന്നുണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഡയലോഗ്സൊക്കെ വെറും ബോറിംഗ് ആണ് കേട്ടോ. ഭയങ്കര ജാഫർ ഇടുക്കിയൊക്കെ ഉണ്ട്. ജാഫർ ഇടുക്കിയുടെ കുറേ ആ ഒരു നാച്ചുറൽ സാധനങ്ങളുണ്ട്. പിന്നെ ജോണി ആൻ്റണി ഉണ്ട്. അവർ രണ്ടുപേരും, ജാഫർ ഇടുക്കി എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല സിനിമയിൽ. കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെ കുഴപ്പമില്ല, പക്ഷെ എന്തൊക്കെയോ മിസ്സിങ് എലമെൻറ്റ്സ് ഉണ്ട്. ധ്യാനെ ഒന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ട സമയത്ത്. ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഞാൻ സ്കിപ്പ് ചെയ്താണ് കണ്ടത്. ഫുൾ സിനിമയെ ഞാൻ സ്കിപ്പ് ചെയ്താണ് കണ്ടത്. ഫുള്ളിരുന്ന് കാണാനുള്ളതായിട്ടൊന്നും പ്രത്യേകിച്ച് ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ എനിക്ക് എന്തെങ്കിലും മിസ്സാവുന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഈ ഒരു ചൈനക്കാരിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞു പോകുന്നതും ചൈനക്കാരിയുടെ പ്രാരാബ്ദങ്ങൾ പറയുന്നതും അവസാനം ഈ ചൈനക്കാരിയെ സഹായിക്കാനായിട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ഇവരെല്ലാം കൂടെ ഈ തെരേസയും രാജേഷും ചൈനക്കാരിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതും കടം തീർക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതും അങ്ങനെ ചൈനക്കാരി എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയുന്നതും അങ്ങനെ കുറേ സാധനങ്ങളും പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ചൈനക്കാരി കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് വിചാരിച്ചുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ പോകുന്നൊരു സ്റ്റോറി. സത്യം പറഞ്ഞാൽ ഇത് എന്തിനെടുത്ത് വെച്ചു? ഇത് തിയേറ്ററിൽ പോയി കണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ 120 രൂപ എടുത്തിട്ട് മറ്റേ പോയി കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയാണ് ഈ സിനിമ കാണുമ്പോൾ. പ്രത്യേകിച്ച് കോമഡിയോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയ്ക്കകത്ത് എനിക്ക് വർക്കായില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. വർക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. സിനിമ എങ്ങനെയൊക്കെയോ സ്കിപ്പ് ചെയ്ത് കണ്ടു തീർത്തുമെന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്തുകൊണ്ട് ഇത്രയും കാലം വന്നില്ല എന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതേപോലെ ഞാൻ എത്ര സിനിമകൾ പെട്ടിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഈ സിനിമ എന്തിനും OTT ആമസോൺ എടുത്തു എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. എന്ത് കണ്ട് ഇതാരാണ് സ്ക്രീൻ ചെയ്തത്? ആമസോൺ പ്രൈം സ്ക്രീൻ ചെയ്തവനെ ഒന്ന് വിളിച്ചാൽ നന്നായിരിക്കും. കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചാലും. പിന്നെ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം വേണ്ടേ? വലിയ ചിലവൊന്നും ഇല്ലല്ലേ. എന്തായാലും ഒരു 2-3 കോടി രൂപ എന്തായാലും പൊട്ടി കാണുമായിരിക്കും അല്ലേ. വലുതായിട്ട് സെറ്റ് ഒന്നുണ്ടെങ്കിലും കുറേ എയർപോർട്ട് സീനുകളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഉള്ളൂ. എന്തായാലും 2-3 ലക്ഷം രൂപ കാണും. ഒരു 10 ലക്ഷം രൂപ കിട്ടി. അതിൽ കൂടുതലൊന്നും ഈ സിനിമ കിട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ കിട്ടാനാണ് ഇതൊക്കെ? സത്യം ചീഞ്ഞഴിഞ്ഞൊരു ട്രോഫിയായിട്ടാണ് എനിക്കിത് തോന്നിയത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതേപോലുള്ള സിനിമകൾക്കൊന്നും ഞാൻ പോയി തലവെക്കുന്നില്ല. മലയാളത്തിൽ കുറേ സിനിമകൾ ഇങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രോൾ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ. സൂപ്പറാണ്. റോസ്റ്റ് ചെയ്യാനായിട്ട് കിടലൻ സാധനമാണ് ഇതൊക്കെ. പിടിച്ചങ്ങോട്ട് റോസ്റ്റ് ചെയ്തങ്ങോട്ട് വിടണം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് ചീഞ്ഞ ട്രോഫി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.